ഇന്നത്തെ ടോപ്പിക് ഡ്രൈവ് ഇൻ്റർഫേസസ് അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവ് ഇൻ്റർഫേസസ്. Hard drive and optical drives are manufactured with different interfaces that are used to connect the drive to the motherboard. Interfacing means connecting a hard disk drive to the main computer system. Hardware interfacing makes the physical connection between computer and the drive. Software interfacing deals with the way the computer manages the transfer of data through instructions. എന്താണ് പറയുന്നത്? നമ്മൾ ഇൻ്റർഫേസുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഏതൊക്കെയോ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ്റ പാറ്റ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരുകൾ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. എന്താണ് ഹാർഡ് ഡ്രൈവ് ഇൻ്റർഫേസസ് അല്ലെങ്കിൽ ഡ്രൈവ് ഇൻ്റർഫേസസ്? ഇപ്പം നമ്മൾ ഹാർഡ് ഡ്രൈവ് പഠിച്ചു, ഒപ്റ്റിക്കൽ ഡ്രൈവ് സ്റ്റോറേജ് ഡിവൈസസ് പഠിച്ചു. ഇപ്പം ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസിനൊക്കെ എന്തുണ്ട്? ഒരു ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈവ് നമ്മൾ എല്ലാ കമ്പോണൻസും നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന എല്ലാ കമ്പോണൻസും എന്തുമായിട്ട് കണക്ട് ചെയ്യണം? മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഡ്രൈവും മദർ ബോർഡും തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈവ് ഇൻ്റർഫേസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് ഡ്രൈവ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് ഡ്രൈവും മദർ ബോർഡും തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻ്റർഫേസ്. ഇൻ്റർഫേസ് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് എന്താണ്? രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ളതിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതായത് ഹാർഡ് ഡ്രൈവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മദർ ബോർഡും തമ്മിലൊരു കണക്ഷൻ വേണം. ഇതിനെ കണക്ട് ചെയ്യാൻ എന്താണോ യൂസ് ചെയ്യുന്നത് അതിനെയാണ് ഹാർഡ് ഡ്രൈവ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇൻ്റർഫേസുകൾ ഒരു ഫിസിക്കൽ കണക്ഷനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറും ആ ഡ്രൈവും തമ്മിലുള്ള ഒരു ഫിസിക്കൽ കണക്ഷനാണ് ഇൻ്റർഫേസ് വഴി എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിന് വേണ്ടിയിട്ട് മെയിനായിട്ടും 5 ഇൻ്റർഫേസുകളാണ് യൂസ് ചെയ്യുന്നത്. IDE, EIDE, പാറ്റ, സാറ്റ. ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്. EID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഹാൻസ്ഡ് ഇൻ്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്. ഇനി പാറ്റ പാരലൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ്. സാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ്. ഇനി SCSI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. മെയിനായിട്ടും ഈ 5 ഇൻ്റർഫേസുകളാണ് കമ്പ്യൂട്ടറിനെയും മദർ ബോർഡിനെയും ഡ്രൈവിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഒരു ബസ്സായിരിക്കും അല്ലേ? അതായത് ഒന്നിൽ നിന്നും വേറൊന്നിലേക്ക് ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബസ്സാണ് ഈ ഡ്രൈവ് ഇൻ്റർഫേസുകൾ എന്ന് പറയുന്നത്. ഇനി അതിൽ ഫസ്റ്റ് വൺ എന്താണ്? IDE. Also called ATA, Advanced Technology Attachment. It is an early drive controller interface that connect computer and hard disk drive. അപ്പം IDE എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏർലി കമ്പ്യൂട്ടറിനെയും ഹാർഡ് ഡിസ്ക് ഡ്രൈവിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ഇൻ്റർഫേസ് ആണ് IDE അല്ലെങ്കിൽ ATA, Advanced Technology Attachment. An IDE interface uses 40 pin connector. ഇതൊരു 40 pin കണക്ടറാണ്. അപ്പോൾ ഇവിടെ ഫിഗർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതാണ് IDE ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ IDE ഇൻ്റർഫേസിൻ്റെ ഒരു എൻഡിൽ കണക്ടർ ഉണ്ടാവും, വേറൊരു എൻഡിലും കണക്ടർ ഉണ്ടാവും. അപ്പോൾ ഈ കണക്ടർ എന്താ ചെയ്യുക? ഒരു കണക്ടർ എവിടെ കണക്ട് ചെയ്യും? ഡ്രൈവിൽ കണക്ട് ചെയ്യും. മറ്റേ കണക്ടർ എന്തിൽ കണക്ട് ചെയ്യും? മദർ ബോർഡിൽ കണക്ട് ചെയ്യും. അപ്പോൾ അത് തമ്മിലൊരു ഫിസിക്കൽ കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. പിന്നെ അതിലൂടെ ഇവിടെ കണ്ടോ, ഇതൊരു റിബൺ ടൈപ്പാണ് ഇൻ്റർഫേസ് വരുന്നത്. ഓരോ റിബണിലും ചെറിയ ചെറിയ വയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോന്നിലൂടെയും ഓരോ ബിറ്റ് ഡാറ്റേനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? 40 പിൻ കണക്ടറാണ് IDEക്ക് വരുന്നത്. അതായത് ഇതിൻ്റെ രണ്ട് എൻഡിലുള്ള കണക്ടറിന് ഇങ്ങനെ 40 പിൻ ഉണ്ടാവും. ഈ ഒരു 40 പിൻ കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഹാർഡ് ഡിസ്കിലും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളുടെ മദർ ബോർഡിലും ഉണ്ടാവും. അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റേനെ ഹാർഡ് ഡിസ്കിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റേനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ റിബൺ ടൈപ്പ് വയറിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഓരോന്നിലൂടെയും 1 ബിറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. A single IDE interface support 2 devices. അപ്പോൾ എങ്ങനെയാണ്? ഒരു സിംഗിൾ IDE ആണെങ്കിൽ 2 ഡിവൈസ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണക്ട് ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിലാണ്. രണ്ടാമത്തത് എവിടെയാണ്? കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലാണ്. ട്രാൻസ്ഫർ റേറ്റ് 8.3 Mbps. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് 8 MB/s ആണ്. ഇതാണ് IDE അല്ലെങ്കിൽ ATA.
ഇനി അടുത്തത് വരുന്നത് EIDE, അതായത് ആദ്യത്തെ IED ആയിരുന്നു. അതിൽ എന്താണ് എൻഹാൻസ്ഡ് ഇൻ്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്, ഓൾസോ കോൾഡ് ATA2. IDE നമ്മൾ ATA എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ EIDE ATA2 അല്ലെങ്കിൽ ഫാസ്റ്റ് ATA ഓർ ഫാസ്റ്റ് IDE. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ATA ആയിട്ട് എന്ത് ഡിഫറൻസ് ആണ് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന്. ഇറ്റ് ഈസ് ആൻ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് IDE. IDEൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് EIDE എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 3 or 4 times faster than the old. IEDനെ വെച്ച് നോക്കുമ്പോൾ 3 അല്ലെങ്കിൽ 4 times faster ആണ് EIDE. ട്രാൻസ്ഫർ റേറ്റ് അപ് ടു 16.6 MB/s. അപ്പോൾ ഇവിടെ IDEയിൽ എത്രയായിരുന്നു? 8.3 ആണ്. ഇവിടെ എന്ന് പറയുന്നത് 16.6 MB/s ആണ് ട്രാൻസ്ഫർ റേറ്റ് വരുന്നത്. EIDE സപ്പോർട്ട് ഹാർഡ് ഡ്രൈവ് ലാർജർ ദാൻ 512 MB. 512 MBയിൽ കൂടുതൽ ഉള്ള ഹാർഡ് ഡ്രൈവിനാണ് EIDE നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. EIDE ഓൾസോ പ്രൊവൈഡ് ഫാസ്റ്റർ ആക്സസ് ടു ദ ഹാർഡ് ഡ്രൈവ്, സപ്പോർട്ട് ഫോർ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആൻഡ് സപ്പോർട്ട് ഫോർ അഡീഷണൽ ഡ്രൈവ് ഇൻക്ലൂഡിംഗ് CD-ROM ആൻഡ് ടേപ്പ് ഡിവൈസസ് ത്രൂ AT അറ്റാച്ച്മെൻറ്റ് പാക്കറ്റ് ഇൻ്റർഫേസ്. It uses 40-pin connector. Today, all computers use SATA and no longer use EIDE. അപ്പോൾ നമ്മൾ പറഞ്ഞു IDE എന്ന് പറയുന്നത് ഏറ്റവും ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസ് ആണ്. അതിനുശേഷം EIDE വന്നു. അപ്പം IDEനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആണ്. എങ്കിൽ പോലും ഇപ്പോൾ ഈ EIDE ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത് SATA ഇൻ്റർഫേസ് ആണ്. അതുകൊണ്ട് തന്നെ EIDE അപ്പോൾ ഓരോന്നും നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ഓരോ വേർഷനും വരുന്നതിനനുസരിച്ച് അതിൻ്റെ എന്താണ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുകയാണ്. അതുപോലെ തന്നെ ഒന്നിൽ നിന്നും വേറൊന്നിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ IDEനെ വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റർ ആണെങ്കിൽ പോലും EIDE ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? സാറ്റയാണ്. സാറ്റ ഇൻ്റർഫേസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റർ ആക്സസ് ആണ്. ഹാർഡ് ഡ്രൈവിലും നമ്മൾ ഏതൊക്കെ ഡ്രൈവിലാണോ എന്തൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാനാണോ യൂസ് ചെയ്യുന്നത് ആ ഡിവൈസസ് തമ്മിൽ ഫാസ്റ്റായിട്ട് ഡാറ്റേനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും EIDE വെച്ചിട്ട് പറ്റും. ഇനി അടുത്തത് വരുന്നത് പാറ്റ. EIDക്ക് ശേഷം ഡെവലപ്പ് ചെയ്ത ഇൻ്റർഫേസ് എന്ന് പറയുന്നത് പാറ്റയാണ്. പാറ്റ മീൻസ് പാരലൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ്. ഇറ്റ് ഈസ് ദ പാരലൽ വേർഷൻ ഓഫ് ദി ATA ഡ്രൈവ് കൺട്രോളർ ഇൻ്റർഫേസ്. ഇറ്റ് ഈസ് റെയർലി അവൈലബിൾ. പാറ്റ ഹാസ് മാക്സിമം സ്പീഡ് ഓഫ് 133 MB/s. അപ്പോൾ തന്നെ എന്താ മനസ്സിലായി? ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് EIDനെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടി 133 MB/s ആണ് പാറ്റയിൽ വരുമ്പോഴുള്ള ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. ഇതൊരു പാരലൽ വേർഷനോ അതായത് ATA ഒരു പാരലൽ വേർഷനാണ് PATA എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ IDE സ്റ്റാൻഡേർഡ് ഫോർ കണക്ടിങ് സ്റ്റോറേജ് ഡിവൈസസ് ലൈക്ക് ഹാർഡ് ഡ്രൈവ്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് ടു ദി മദർ ബോർഡ്. അപ്പോൾ എന്തിനു വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്? മദർ ബോർഡുമായിട്ട് ഡ്രൈവ്സിനെ കണക്ട് ചെയ്യാൻ, ഹാർഡ് ഡ്രൈവോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡ്രൈവിനെയോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാറ്റ ഇൻ്റർഫേസും യൂസ് ചെയ്യുന്നത്. പാറ്റ കേബിൾസ് ആർ ഫ്ലാറ്റ് കേബിൾസ് വിത്ത് 40-pin connectors on either sides of a cable. One end of the PATA cable plugs into a port on the motherboard and other into the back of a storage device like hard drive. എന്ത് തന്നെയാണ് പറയുന്നത്? രണ്ട് സൈഡിലും കണക്ടർ ഉണ്ടാവും. പാറ്റയിലും 40-pin കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു എൻഡ് എന്ന് പറയുന്നത് ഏത് ഡ്രൈവുമായിട്ടാണോ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ആ ഡ്രൈവിലായിരിക്കും. അടുത്ത എൻഡ് എന്ന് പറയുന്നത് മദർ ബോർഡിലായിരിക്കും. Some PATA cables have an additional connector from the midway of the cable for connecting yet another സ്റ്റോറേജ് ഡിവൈസ്. അപ്പം ചില പാറ്റ കേബിൾസിന് ഇപ്പം നമ്മൾ പറഞ്ഞു രണ്ട് എൻഡിലും കണക്ടർ ഉണ്ടാവും. അതുകൂടാതെ തന്നെ അതിൻ്റെ മിഡ് പൊസിഷനിൽ ഒരു എക്സ്ട്രാ കണക്ടർ കൂടി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇൻ്റർഫേസിൽ തന്നെ രണ്ട് ഡിവൈസിനെ കണക്ട് ചെയ്യാൻ പറ്റും. പാറ്റ കേബിൾസ് കംസ് ഇൻ 40 വയേഴ്സ് ഓർ 80 വയർ ഡിസൈൻ. നമ്മൾ പറഞ്ഞു ഒരു റിബൺ ടൈപ്പായിട്ടാണ് ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ആ റിബണിൽ ഒന്നല്ലെങ്കിൽ 40 വയേഴ്സ് ഉണ്ടാവും. 40 വയേഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം 40 ബിറ്റ് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 80 വയേഴ്സ് ആയിരിക്കും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അറ്റ് എ ടൈം 80 ബിറ്റ്സ് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും. The connectors on a 80 wire PATA cable will be black. അപ്പം 80 വയർ പാറ്റ ഇൻ്റർഫേസ് ആണെങ്കിൽ അതിൻ്റെ കണക്ടർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ ഗ്രേ ആൻഡ് ബ്ലൂ, ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ ഗ്രേയിലോ ബ്ലൂയിലോ ആയിരിക്കും കാണുന്നത്. while the connectors on 40 wire cable will only be black. പക്ഷേ 40-pin കണക്ടർ ആണെങ്കിൽ അത് 40 വയറുള്ള പാറ്റ കേബിൾ ആണെങ്കിൽ അതിൻ്റെ കണക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. 80 വയർ ആണെങ്കിൽ ബ്ലാക്ക് ആവാം, ഗ്രേ ആവാം, ബ്ലൂ ആവാം. ഇവിടെ ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു പാറ്റ കേബിൾ. ഇവിടെ കാണുന്നില്ലേ റിബൺ. അപ്പോൾ ഈ റിബൺ എന്ന് പറയുന്നത് ഓരോന്നും എന്താണ്? ഓരോ വയേഴ്സ് ആണ്. ഈ വയേഴ്സിലൂടെ ഓരോ ബിറ്റ് ഡാറ്റേനെയാണ്
സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചില പാറ്റ കേബിളിൻ്റെ മിഡിലായിട്ട് എന്തുണ്ടാവും, ഒരു എക്സ്ട്രാ കണക്ടർ ഉണ്ടാവും. അപ്പോൾ ഈ ഫിഗർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു എക്സ്ട്രാ കണക്ടർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് നമുക്ക് മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പോർട്ട് എന്ന് പറയുന്നത് രണ്ട് ഡ്രൈവിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് അറ്റ് എ ടൈം ഒരു ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് രണ്ട് ഡിവൈസിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കണക്ടർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ കണക്ടർ എന്ന് പറയുന്നത് ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഇതൊരു 80 വയർ കണക്ടർ ആയിരിക്കും, 80 വയർ പാറ്റ കേബിൾ ആയിരിക്കും. ഇനി അടുത്തത് വരുന്നത് സാറ്റ, സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ്. സാറ്റ ഈസ് ദ സക്സസർ ടു പാറ്റ. എന്താണ്, പാറ്റയ്ക്ക് ശേഷം വന്നതാണ് സാറ്റ. സാറ്റ ഈസ് സ്റ്റിൽ ഇൻ യൂസ്. ഇറ്റ് ഹാസ് ദ ട്രാൻസ്ഫർ റേറ്റ് 600 MB/s. അപ്പോൾ എന്താണ്, സാറ്റയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു സാറ്റയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് 600 MB ആണ്. സാറ്റ കം വിത്ത് ഹോട്ട് പ്ലഗ് ഫീച്ചർ. അപ്പോൾ ഈ ഹോട്ട് പ്ലഗ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിവൈസസിനെ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും പറ്റും. അത് ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സാറ്റ യൂസസ് കേബിൾസ് ദാറ്റ് ആർ ജസ്റ്റ് ഓവർ എ സെൻറ്റിമീറ്റർ വൈഡ്. അപ്പം ബാക്കിയുള്ള ഇൻ്റർഫേസിൽ വെച്ച് നോക്കുമ്പം ഈ ഒരു സാറ്റ കേബിൾ എന്ന് പറയുന്ന ഒരു സ്പേസ് സേവിങ് എന്താണ് ഫീച്ചർ ഉണ്ട്. അപ്പോൾ ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ബാക്കിയെല്ലാം ഒരു റിബൺ ടൈപ്പാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയ വയറായിട്ട് തന്നെയാണ് സാറ്റ കേബിൾ വരുന്നത്. സാറ്റ ഹാസ് ദ ബെനിഫിറ്റ് ഓഫ് ചീപ്പർ കേബിൾ കോസ്റ്റ്. സാറ്റ കേബിൾസ് ആർ മച്ച് സ്മോളർ ദാൻ പാറ്റ റിബൺ കേബിൾ. അപ്പോൾ എന്താണ്, ഇവിടെ വൺ പാറ്റ കേബിൾ വെക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാറ്റ കേബിൾസ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് പറയുന്നത് ഒരു പാറ്റ കേബിളും ഒരുപാട് സാറ്റ കേബിളും ഒരേ സൈസിൽ നമുക്ക് വെക്കാം. ഒരു പാറ്റ കേബിൾ എന്ന് പറയുന്നത് വളരെ റിബൺ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ സ്പേസ് കൂടുതലായിട്ടും വേണ്ടി വരും. പക്ഷേ സാറ്റ കേബിൾ എന്ന് പറയുന്നത് വളരെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. ദേ ആർ ഈസിയർ ടു മാനേജ് ബിക്കോസ് ദേ ഡോണ്ട് ടേക്ക് അപ്പ് ആസ് മച്ച് സ്പേസ് ആൻഡ് ക്യാൻ ബി ടൈഡ് അപ്പ് ഈസിലി. എന്താണ്, പെട്ടെന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. സാറ്റ ആണെങ്കിൽ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. സാറ്റ കേബിൾ ഹാസ് 7 പിൻ കണക്ടർ ഓൺ ബോത്ത് എൻഡ്സ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിൻ്റെ കണക്ടർ എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ട പോലെയല്ല, വേറൊരു ടൈപ്പാണ് വരുന്നത്. ഇവിടെ 7 പിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. 7 പിൻ കണക്ടറാണ് സാറ്റൻ്റെ രണ്ട് സൈഡിലും ഉണ്ടാവുക. One end plug into a port on motherboard usually labeled SATA and other end to the back of storage device. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു എൻഡ് എന്ന് പറയുന്നത് മദർ ബോർഡിൽ കണക്ട് ചെയ്യുന്നു, ഒരു എൻഡ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ഡിവൈസിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാ സാറ്റ കേബിൾസും റെഡ് കളറിലാണ് കാണുന്നത്. സാറ്റ കേബിൾസ് എല്ലാം തന്നെ റെഡ് കളറിലായിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ള ഇൻ്റർഫേസ് വെച്ച് നോക്കുമ്പോൾ ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിൽ കൂടാതെ തന്നെ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇത് യൂസ് ചെയ്യുന്നത് 7 പിൻ കണക്ടറാണ്. സാറ്റ കേബിൾസ് എല്ലാം റെഡ് കളറിലായിരിക്കും കാണുന്നത്.